ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഈ 16ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി സംപൂജ്യ സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹം ചേങ്കോട്ടുകോണം ശ്രീ രാമദാസാശ്രമം മഠത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. സദ്ഗുരുഭ്യോ നമഃ. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസാ അഹം ബ്രഹ്മേതി വേദാന്ത തത്വബോധസ്വരൂപിണേ വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ തേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹൈന്ദവ കുടുംബാംഗങ്ങൾ, ഇവിടെ കേൾക്കുന്ന ശബ്ദം ഈ ലോകത്തെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നെത്തിയിരിക്കുന്ന മീഡിയ മാധ്യമ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഇവിടെ വന്നെത്തണം എന്ന് വളരെ ആഗ്രഹിച്ചെങ്കിലും എത്താൻ കഴിയാത്ത വിഷമത്തിൽ പല കാരണങ്ങൾ കൊണ്ടും പല ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, എല്ലാ പേർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ടും ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും എൻ്റെ ഗുരുനാഥനായ ഏതൊരു സങ്കല്പത്തിലാണോ ഗുരുസങ്കല്പത്തിലാണോ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ആ മഹാസങ്കല്പമായ പരംപൂജ്യ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃച്ചേവടികളിലും ഭാരതത്തിലെ സമസ്ത ഗുരുപരമ്പരയുടെയും പാദപത്മങ്ങളിലും പൂജാപുഷ്പങ്ങളായി അർപ്പിച്ചുകൊള്ളട്ടെ. വളരെ ധന്യമായ ഒരു വേദിയാണിത്. ഇങ്ങനെ ഒരു വേദി, ഹിന്ദുവിൻ്റെ വേദി സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എത്രത്തോളം ക്ലേശമുണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. ഇവിടെ ഇരിക്കുന്നവർ എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതീകാത്മകമായ പുരുഷന്മാരാണ്, വ്യക്തികളാണ്. ഓരോരുത്തരുടെയും പിന്നിൽ 1000-ഉം 10,000-ഉം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പല പല സംഘടനകളുടെയും നേതൃസ്ഥാനത്തുള്ളവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കൂടുതലും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളവർ 150 പേരാണെങ്കിലും അവർ പ്രതിനിധാനം ചെയ്യുന്ന ആ സമൂഹത്തിനാണ് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെയൊക്കെ ഈ രീതിയിലുള്ള സഹകരണവും പ്രയോജനപ്പെടുന്നത്. നിങ്ങളത് എത്തിച്ചുകൊള്ളും അവരിലേക്ക് എന്നുള്ള ഒരു വിശ്വാസമുള്ളത് കൊണ്ട് ഒരു 15,000 ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സഭയിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 1991 മുതൽ പരംപൂജ്യ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ അനന്തപുരിയിൽ
പുത്തരിക്കണ്ടം മൈതാനിയിൽ അയോധ്യാനഗർ എന്ന പേരിട്ടുകൊണ്ട് 3 തട്ടുള്ള പന്തലിട്ടുകൊണ്ട് 5000-ലധികം ആളുകൾക്ക് ഒരേ സമയം അവിടെ ഇരിക്കുവാനുള്ള എല്ലാ സൗകര്യത്തോടും കൂടി വളരെ മനോഹരമായി ശ്രീരാമനവമി ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിൽ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. വർഷങ്ങളോളം 5 വർഷം അദ്ദേഹം തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ സമ്മേളനം സംഘടിപ്പിച്ചു. ആ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. ചരിത്ര സമ്മേളനം, സാഹിത്യ സമ്മേളനം, യുവജന സമ്മേളനം, ശാസ്ത്ര സമ്മേളനം, സന്യാസി സമ്മേളനം എന്ന് വേണ്ട പല തുറകളിലും പെടുന്ന ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി എന്ന് പറയാൻ കഴിയുന്ന സമൂഹത്തിലെ പല തട്ടുകളിലുള്ള ജനങ്ങളെയും സമൂഹങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു പ്രവർത്തനമാണ്, നവോത്ഥാന പ്രവർത്തനങ്ങൾക്കാണ് സ്വാമിജി അന്ന് നേതൃത്വം കൊടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ സ്മൃതി എന്നുള്ള നിലയിൽ ഇത്തരം സമ്മേളനം, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിൽ നടത്തുവാൻ നമ്മൾ ഹിന്ദുക്കൾ തയ്യാറായിട്ടുള്ളത് യാതൊരു സംശയവും വേണ്ട. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നുള്ള അഭിമാനബോധമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിക്കുകയുണ്ടായി. സംഘടിതമായ ശക്തി എന്താണ് എന്നും അതിൻ്റെ കുറവെന്താണെന്നും സംഘടിതരായാൽ എന്താണ് ഗുണമുണ്ടാകുന്നതെന്നും അറിയാതെ ജീവിച്ചിരുന്ന ഒരു ജനതയെ തട്ടിയുണർത്തി സംഘടനാബോധവും സമാജബോധവും ധർമ്മനിഷ്ഠയും അവരിൽ ചെലുത്തുവാനുള്ള സ്വാമിജിയുടെ ആ പരിശ്രമം അന്നത്തെ കാലത്ത് ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു ജനത, ഹിന്ദു പല പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അങ്ങനെ ഒരു ജനത ഇവിടെ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അന്ന് ഉണർവില്ലാത്ത കാലഘട്ടത്തിൽ 5000 പേർ ചേർന്നു എങ്കിൽ ഹിന്ദു ഉണർന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇന്ന്, അല്ലേ? ഒരു 500 പേരെങ്കിലും ഇവിടെ വരേണ്ടതല്ലേ? നേതാക്കന്മാർ മാത്രം വന്നാൽ മതിയോ? 140 കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 540 ആളുകൾ പാർലമെൻറ്റിൽ വന്നാൽ മതി, യാതൊരു സംശയവുമില്ല. കേരളത്തിലെ 4-4.5 കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു 140 പേർ കേരള അസംബ്ലിയിൽ വന്നാൽ മതി. പക്ഷെ അതുപോലെയാണോ ഇത് എന്നുകൂടി ചിന്തിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം വളരെ പണ്ഡിതരായ, അറിവുള്ള, അനുഭവമുള്ള, കരുത്തുള്ള ആൾക്കാരാണ്, വ്യക്തിത്വങ്ങളാണ് ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്നത്. അവരുടെ വാക്കുകൾ കേൾക്കാനും അവരുടെ സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനുമുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഗോപാൽജിയെപ്പോലുള്ള ആളുകൾ ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വിശ്രമം കൂടാതെ പ്രവർത്തിക്കുന്നത്. എത്രയോ ഹൈന്ദവ സഹോദരന്മാർ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ കാര്യം. ഇവിടെ നമ്മളിന്ന് ആലോചിക്കേണ്ടത് ഹിന്ദുവിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആലോചിക്കുന്നു, ഹിന്ദു വളർന്നു, ഹിന്ദു ഉണർന്നു എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഉറങ്ങുന്ന ഹിന്ദുവാണ് ഇവിടെ അധികവുമുള്ളത്. ഞാൻ ഹിന്ദുവാണ് എന്നറിയാത്ത, ഹിന്ദുവാണെന്നതിൽ അഭിമാനിക്കാത്ത ഹിന്ദുക്കളാണ് ഇവിടെ 70% അധികവുമുള്ളത് എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു MLA ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ അവർ അഡ്വക്കേറ്റ്, അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളും ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസുകളും എത്രയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. ചുരുങ്ങിയത് 4 കേസ് ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ശരിയല്ലേ? എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? ഗുരുവായൂരിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഹിന്ദുവാണ്, യാതൊരു സംശയവും വേണ്ട. ഒരു ഭജന നടത്തുമ്പോൾ ആ ഭജന നടക്കുന്ന ക്ഷേത്രവേദിയിൽ അവിടെ ക്രൈസ്തവ ഗാനം കൂടി പാടണം എന്നുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഹിന്ദു തന്നെയാണ്. ആ ഹിന്ദുവിനെ കുറിച്ച് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? എന്താണ് ന്യായീകരണം? കാറിടാൻ പള്ളിയുടെ സ്ഥലത്ത് അനുവാദം കൊടുത്തത്, പാർക്ക് ചെയ്യുവാൻ അനുവാദം കൊടുത്തത് പള്ളിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാരണത്താൽ തന്നെ യേശുവിൻ്റെ ഒരു പാട്ട് കൂടി പാടിയില്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരായി പോകും എന്ന് ചിന്തിച്ച മൗഢ്യമുണ്ടല്ലോ, വിഡ്ഢിത്തം, മതേതരത്വം. അതാണ് ഈ ഹിന്ദുവിനെ ഇന്നും താഴേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് അവനെ അനാഥനാക്കിക്കൊണ്ട് ഈ നമ്മുടെ ജനിച്ചു വീണ നാട്ടിൽ നമ്മൾ അന്യരായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. മതേതരത്വം, എന്തു മതേതരത്വമാണ്? ഹിന്ദുവിനെ ആരാണ് ഇവിടെ മതേതരത്വം പഠിപ്പിക്കുന്നത്? ഹിന്ദുവിൻ്റെ മതേതരത്വത്തിൻ്റെ ലക്ഷണമല്ലേ ഇവിടെ ഇന്ന് ക്രിസ്ത്യാനി ഉള്ളത്?
ഹിന്ദുവിൻ്റെ മതേതരത്വത്തിൻ്റെ ലക്ഷണമല്ലേ ഈ കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് ശക്തി കിട്ടിയത്? മതേതരത്വം ഇനിയും ഹിന്ദു വച്ചു പുലർത്തണം എന്ന് പറയുമ്പോൾ ഏതാണ് മതേതരത്വം? ഇത് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആണെങ്കിൽ, കോൺഗ്രസ് ഹിന്ദു ആണെങ്കിൽ, ഇസ്ലാം ആണെങ്കിൽ, ക്രിസ്ത്യാനി ആണെങ്കിൽ അവരോടൊരു ചോദ്യം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ ഓരോ പാർട്ടിയിൽ പെടുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദുവുണ്ട്, കോൺഗ്രസിൽ ഹിന്ദുവുണ്ട്, അല്ലെങ്കിൽ പല പല പാർട്ടികളിലുമായി പല പല മതത്തിൽപ്പെടുന്നവരുണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ മാത്രം മതിയോ? മതേതരത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പല മതത്തിൽപ്പെട്ടവർ സൗഹാർദ്ദത്തോടുകൂടി ഏകമനസ്സോടുകൂടി ഏകോദര സഹോദരന്മാരെ പോലെ വിശ്വമാനവികത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് വളർന്നു വരുന്ന സാഹചര്യമാണ് എങ്കിൽ ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നു നിങ്ങളോട്. പാർട്ടിയേതരത്വം വേണ്ടേ? മതേതരത്വം മാത്രം മതിയോ? പാർട്ടിയേതരത്വം. പല പാർട്ടിയിൽപ്പെടുന്നവർ എവിടെയെങ്കിലും ഒരുമിച്ച് ചേരുന്നുണ്ടോ? ഞാൻ പാർലമെന്റിലും അസംബ്ലിയിലുമല്ല പറയുന്നത്. പാർട്ടിയുടെ പരിപാടികൾ നടക്കുമ്പോൾ പാർട്ടിയേതരത്വം വേണം എന്ന് ചിന്തിച്ചുകൊണ്ട്, എല്ലാ പാർട്ടികളും തമ്മിൽ ഒരു സൗഹാർദ്ദം വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വേദിയിൽ കോൺഗ്രസിനെ ശ്ലാഘിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ നല്ല വാക്കുകൾ അവിടെ എടുത്തുദ്ധരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭജനയെ പോലെ കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ ശ്ലാഘിക്കുന്നത് അഭിനന്ദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പോൾ പാർട്ടിയേതരത്വം, അതിനെ രാഷ്ട്രീയതരത്വം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം രാഷ്ട്രീയവും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. പാർട്ടിയില്ലാത്ത രാഷ്ട്രീയം ഈ ഭാരതത്തിലുണ്ടായിരുന്നു. രാമന്റെ രാഷ്ട്രീയം, അതാണ് രാമരാജ്യത്തിന്റെ രാഷ്ട്രീയം. രാമൻ രാഷ്ട്രീയക്കാരനായിരുന്നു, പാർട്ടിക്കാരനായിരുന്നില്ല. കൃഷ്ണൻ പാർട്ടിക്കാരനായിരുന്നില്ല, രാഷ്ട്രീയക്കാരനായിരുന്നു, ഭരണകർത്താവായിരുന്നു. പാർട്ടിയില്ലാതെയും രാഷ്ട്രീയം നിലനിൽക്കും. ഈ ഭാരതത്തിൽ ഇന്ന് വരുന്ന ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പാർട്ടിയെയാണ് കാണുന്നത് എങ്കിൽ അവിടെ തെറ്റി. അപ്പോൾ സൗഹാർദ്ദം വേണ്ടത് മതങ്ങൾ മാത്രം തമ്മിലല്ല, സൗഹാർദ്ദം വേണ്ടത് പാർട്ടികൾ തമ്മിലുമാണ്. മതേതരത്വം പറയുന്നവർ എന്തുകൊണ്ട് അത് സൂക്ഷിക്കുന്നില്ല? സംഘടനകൾ തമ്മിലാണ് അത് വേണ്ടത്, എന്തുകൊണ്ട് അത് നിലനിർത്തുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല? ലേബർ യൂണിയനുകൾ ഉണ്ടല്ലോ, അവിടെ ഏതെങ്കിലും സൗഹാർദ്ദമുണ്ടോ? അപ്പോൾ പല പാർട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിലടിച്ച് കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മതത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇവിടെ സാഹോദര്യം വേണ്ടത്, മതേതരത്വം വേണ്ടതെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടത് പാർട്ടിയുടെ പേരിലാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. ലോകത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ. മതങ്ങളല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഹിംസയ്ക്ക് കാരണക്കാരായിട്ടുള്ളത്. മതങ്ങൾക്കൊക്കെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അദ്ദേഹം വിശ്വമാനവികതയെക്കുറിച്ചാണ് നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞത്. ചില കാര്യങ്ങളിൽ അദ്ദേഹം നഗരേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പേര്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നഗരേഷ് എന്ന് പറയുമ്പോൾ നഗരത്തിൻ്റെ പിതാവാണ്, നഗരത്തിൻ്റെ ഈശനാണ്, മേയർ എന്നാണ് അങ്ങനെ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ആ പേര് വരുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. എൻ്റെ അച്ഛൻ വൈക്കം മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അദ്ദേഹം എത്രയോ വർഷം ചെയർമാനായിട്ട് പ്രവർത്തിച്ചതാണ്. ആ സമയത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പേരും അതുമൊക്കെ നിലനിർത്തുന്നതിന് ഓർമ്മയ്ക്കും വേണ്ടി മകന് നഗരേഷ് എന്ന് പേരിട്ടതാണ് എന്ന്. നോക്കൂ, ആ പാരമ്പര്യം എങ്ങനെയാണ് തുടർന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ ഹിന്ദുവിൻ്റെ പാരമ്പര്യം ക്രിസ്ത്യാനിയുടേതാണ്, ക്രിസ്ത്യാനിയിലേക്ക് മാറി, ഇസ്ലാമിലേക്ക് മാറി. പേര് കേട്ടാൽ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് അറിയാൻ പറ്റില്ല. വീട്ടുപേര് കേട്ടാലും അറിയാൻ പറ്റില്ല ഹിന്ദുവിൻ്റെ പേരാണോ ക്രിസ്ത്യാനിയുടെ പേരാണോ എന്ന്. ഈ രീതിയിലേക്ക് നമുക്ക് വ്യക്തിത്വം, ഐഡന്റിറ്റി എന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഹിന്ദുവിന് അത് നിലനിർത്തുവാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ വളരെ വിനയാന്വിതനായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിശദീകരണം, ഒരു എതിർപ്പല്ല, അഭിപ്രായ വ്യത്യാസമല്ല, കുറച്ചുകൂടി ഒരു വിശദീകരണം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ഹിന്ദു എന്ന് പറയുന്ന പേരിൻ്റെ ഉത്തരവാദി ഈ നാട്ടിലെ ഹിന്ദുക്കളല്ല. ഹിന്ദു എന്ന പേരിട്ടതിന് ഹിന്ദുക്കൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അതിൽ അത്ഭുതമൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വന്തമായി പേരിട്ടിട്ടുണ്ടോ? സന്യാസിമാരെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. മറ്റുള്ളവരാരെങ്കിലും പേര്, അവരവരുടെ പേരിൻ്റെ ഉത്തരവാദിത്വം അവരവർക്കാണോ? നമ്മുടെ അറിവ് കൂടാതെ, നമ്മുടെ അനുവാദം കൂടാതെ, നമ്മുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ മുത്തച്ഛനോ ഇട്ട പേരാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതല്ലേ? നമ്മൾ അംഗീകരിച്ചേ പറ്റൂ.
ഏത് പേരായിരുന്നാലും നമുക്ക് മാറ്റമില്ല. ഗോപാലകൃഷ്ണനായിരുന്നാലും രാധാകൃഷ്ണനായിരുന്നാലും കുഞ്ഞകൃഷ്ണനായിരുന്നാലും രാമനായിരുന്നാലും വ്യക്തി ഒന്നു തന്നെയാണ്. ഇനി ഏത് പേരിട്ട് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് പേരിൻ്റെ ഉത്തരവാദി ഹിന്ദു അല്ല, പക്ഷേ പേരുള്ളത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരച്ഛനും അമ്മയ്ക്കും ഒരു മകനേ ഉള്ളൂ എങ്കിൽ മകന് പേര് വേണ്ട. മോനെ എന്ന് വിളിച്ചാൽ ആ ഉദ്ദേശിക്കുന്ന മോൻ തന്നെ വരും, കാരണം ഒരു മോനല്ലേ ഉള്ളൂ. പക്ഷെ ഒരു 3 മക്കളുണ്ടാകുമ്പോഴോ ആദ്യത്തെ മോന് പേര് വേണ്ടി വരും. അങ്ങനെയാണ് ഒരു ഐഡന്റിറ്റി, ഒരു പേര് നമുക്ക് വേണ്ടി വരുന്നത്. ആ പേര് ഒഴിവാക്കാൻ കഴിയുകയുമില്ല, ഒരു രജിസ്ട്രേഷൻ പോലും ചെയ്യാൻ കഴിയുകയില്ല. ഐഡന്റിറ്റി എന്തെന്നാണെന്ന് വ്യക്തമാക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഹിന്ദു സനാതന ധർമ്മമാണ് നമ്മുടേത്, മതമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രസക്തി അല്ല ഇപ്പോഴുള്ളത് എന്ന് ഞാൻ വിനയാന്വിതനായി അറിയിക്കുകയാണ്. എൻ്റെ അഭിപ്രായമാണിത്. കാരണം മറ്റു മതസ്ഥർ വരുമ്പോൾ ഹിന്ദുവിനൊരു ഐഡന്റിറ്റി ഇല്ല. നിന്റെ മതമേതാണ് എന്ന് ചോദിക്കുന്നു ഇവിടുത്തെ സർക്കാർ. എന്താണ് എഴുതേണ്ടത്? ഞങ്ങൾക്ക് മതമില്ല എന്നാണോ എഴുതേണ്ടത്? അല്ലല്ലോ. അപ്പോൾ ഒരു മതത്തിൻ്റെ പേര് വേണ്ടി വരുന്നു. ഭരണഘടനാപരമായും നമുക്കൊരു മതത്തിൻ്റെ പേര് വേണ്ടി വരുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഐ ആം പ്രൗഡ് ടു ബി എ ഹിന്ദു. ഞാനൊരു ഹിന്ദുവാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്നു. ഹിനസ്തി ദുഷ്ടാനാം ഹിന്ദു ഹിംസായാം ദൂയതേ ഇതി ഹിന്ദു. ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ നിർവചനം നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഹിംസയിൽ ദുഃഖിക്കുന്നവനാണ് ഹിന്ദുവെന്നും ദുഷ്ടനെ നിഗ്രഹിക്കുന്നവനാണ് ഹിന്ദുവെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മചൈതന്യവും ബ്രഹ്മതേജസ്സും ക്ഷാത്രവീര്യവും ഉള്ളവനാണ് ഹിന്ദു എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് വിശ്വവിശാലമായി വിശ്വമാനവികതയെക്കുറിച്ച് നമ്മൾ പറയുന്നതെല്ലാം നല്ലതു തന്നെയാണ്. പക്ഷേ നമുക്കൊരു ചട്ടക്കൂടുണ്ടാകണ്ടേ? നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആലിൻ്റെ ചുവട്ടിൽ താമസിക്കാമായിരുന്നു, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കൂര വെച്ച് താമസിക്കാമായിരുന്നു. സന്യാസിമാരൊക്കെ താമസിച്ചത് വനത്തിലായിരുന്നു. ഇന്നത് പറ്റുമോ? അപ്പോൾ കാലാനുസൃതമായി മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഹിന്ദു എന്നുള്ള പേരിന് ഒരു കുഴപ്പവുമില്ല. നമുക്ക് സംഘടന ഉണ്ടാകണം. എല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സംഘടിക്കാൻ കഴിയുകയില്ല. നമുക്ക് നമ്മുടേതായ ഐഡന്റിറ്റി നിലനിർത്തുവാൻ കഴിയുകയില്ല. ഇവിടെ സനാതനധർമ്മി മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് മതം വേണ്ട, ധർമ്മം മാത്രം മതി. ഇവിടെ ഒരു പ്രശ്നവുമില്ലെങ്കിൽ നോക്കൂ, ഈ ലോകത്ത് തന്നെ പല രാഷ്ട്രങ്ങളുമുണ്ട്, മിലിറ്ററി ഇല്ല, പട്ടാളമില്ല. അവിടെ പട്ടാളക്കാരില്ലാതെ ആ രാജ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭാരതത്തെക്കുറിച്ചൊന്ന് ആലോചിക്കൂ. റവന്യൂ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് ഇവിടെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. എന്താ കാര്യം? നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം, അത് നിലനിൽക്കണം. ഭാവിയിലും അത് നിലനിർത്തുവാനുള്ള എല്ലാ ശേഷിയും ശേമുഷിയും നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഭാരതത്തിൻ്റെ അതിർവരമ്പുകൾ നമുക്ക് എപ്പോഴും വ്യക്തമായിരിക്കണം, ശക്തമായിരിക്കണം. ഒരു കടന്നാക്രമണകാരിയെയും അകത്തുവരാൻ അനുവാദം കൂടാതെ അകത്തുവരാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ അതിനെ രാഷ്ട്രമെന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ സനാതനധർമ്മത്തെ കടന്നാക്രമിക്കുന്നവരിൽ നിന്ന് നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കുവാനുള്ള ഒരു പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്, ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഇനി അതല്ല, നമ്മൾ മറ്റൊരു രീതിയിൽ ഹിന്ദുവായി പോയി എങ്കിൽ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഹിന്ദുക്കളുടെ ഇടയിൽ തീവ്രവാദി ഉണ്ടോ? ഭീകരവാദി ഉണ്ടോ? ഹിന്ദുക്കൾ മതത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? സ്വന്തം മതത്തിൻ്റെ അഭിമാനം വെച്ചുകൊണ്ട് ഏതെങ്കിലും മതസ്ഥനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും സങ്കുചിതമായ വികാരങ്ങൾ സ്വന്തം ധർമ്മത്തിൻ്റെ പേരിൽ ഹിന്ദു നിർവഹിച്ചിട്ടുണ്ടോ, നിലനിർത്തിയിട്ടുണ്ടോ, പിന്തുടരുന്നുണ്ടോ? അപ്പോൾ ഹിന്ദുവിൻ്റെ സംസ്കാരം അവനെ സങ്കുചിതത്വത്തിൽ നിന്ന് വിശ്വമാനവികതയിലേക്ക് വളർത്തുന്നതാണ്. ഇൻഡിവിജ്വൽ കോൺഷ്യസിൽ നിന്ന് കോസ്മിക് കോൺഷ്യസിലേക്ക് അവൻ്റെ ബോധത്തെ വളർത്തുന്നതാണ് വിശ്വമാനവികത എന്ന് പറയുന്നത്. വിശ്വം മുഴുവൻ ഞാൻ തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്, വിശ്വം എന്നിലും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള മഹത്തായ സങ്കല്പമാണ് വിശ്വമാനവികതയുടേത് ആധ്യാത്മികമായ അർത്ഥത്തിൽ. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവ അനുപശ്യതി സർവഭൂതേഷു ആത്മാനം തതോ ന വിജുഗുപ്സതേ. ഞാൻ തന്നെയാണ് സമസ്ത ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്നത്, സമസ്ത ചരാചരങ്ങൾ എന്നിലും അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വിശ്വമാനവികത. പക്ഷേ എല്ലാം എന്നിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് രോഗം വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? രോഗാണുക്കളെ നമ്മളങ്ങനെ വച്ചുകൊണ്ടിരിക്കുക ശരീരത്തിൽ.
രോഗാണുക്കൾ നമ്മുടെ ശരീരത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ചെറുത്തുനിൽപ്പ് നമുക്ക് ആവശ്യമല്ലേ? ആ രീതിയിലുള്ള വസ്ത്രധാരണം ആവശ്യമല്ലേ? ആ രീതിയിലുള്ള ചിട്ടവട്ടങ്ങൾ നമുക്ക് ആവശ്യമില്ലേ? ആ ചിട്ടവട്ടങ്ങളെയാണ് നമ്മൾ മതമെന്ന് വിളിക്കുന്നത്, ഹിന്ദു എന്നുള്ള പേരിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. അല്ലാതെ ആരെയും ആക്രമിക്കാനുള്ളതല്ല, ഭീകരവാദം വളർത്താനുള്ളതുമല്ല. എന്നാൽ ഈയിടെയായിട്ട് ഞാൻ ഒരു തീവ്രവാദി എന്നുള്ള ഒരു അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. സന്യാസിമാരുടെ ഇടയിൽ ഒരു തീവ്രവാദി വന്നിരിക്കുന്നു. പിന്നെ ഈ ട്രോളുകളൊന്നും ഞാൻ നോക്കാത്തത് കൊണ്ടും കമൻറ്റുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ തീവ്രവാദി തന്നെയാണ് എന്ന് ഈ മഹാസഭയുടെ മുന്നിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. തീവ്രവാദിയായി തുടരാനാണ് എൻ്റെ സമ്പൂർണ്ണ തീരുമാനം എന്നും ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു. നെഞ്ചിൽ കൈവച്ചത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം കൂടി ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ തീവ്രവാദികളാണോ? ഉറക്കെ പറയൂ. നോക്കൂ, അധികം ആരും പറയുന്നില്ല. ഞാനിവിടെ വന്നത് പ്രയോജനമുണ്ടാകണമെങ്കിൽ, ഈ സമ്മേളനത്തിനൊരു പ്രയോജനമുണ്ടാകണമെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയും ഞാനൊരു തീവ്രവാദിയാണ് എന്ന്. ശ്രദ്ധിക്കൂ, നിങ്ങൾ പറയും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ തീവ്രവാദി ആക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഡാൻസ് കാണാൻ വന്നിരിക്കുന്ന അമ്മമാരുണ്ട്. ഗോപികയുടെ ആശ്രമത്തിലെ ഭക്തരാണ് ഗോപികയും വീട്ടുകാരും എല്ലാം, പണ്ടേ അറിയുന്നതാണ്. നിങ്ങളെയൊക്കെ ഇത് കേട്ടിട്ടേ ഞാൻ വിടുന്നു. ഡാൻസ് പതുക്കെ കണ്ടാൽ മതി. അപ്പൊ എന്താണ് കാര്യം? ഞാൻ തീവ്രവാദിയാണെന്ന് പറയാൻ കാര്യം, നിങ്ങൾ തീവ്രവാദി അല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു നിങ്ങൾ തീവ്രവാദികളാണ്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് തീവ്രമായ സ്നേഹമുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ പെറ്റ അമ്മയോട് നിങ്ങൾക്ക് തീവ്രമായ സ്നേഹമുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളോട് നിങ്ങൾക്ക് തീവ്രമായ ബന്ധമുണ്ടോ? നിങ്ങളുടെ ഗുരുവിനോട് നിങ്ങൾക്ക് തീവ്രമായ ഭക്തിയുണ്ടോ? ഗുരുവായൂരപ്പനും ശ്രീപത്മനാഭനോടും പാളയം ഗണപതിയോടും നിങ്ങൾക്ക് തീവ്രമായ ഭക്തിയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു അല്ല. ഉണ്ടോ? രാമനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ, കൃഷ്ണനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ഗണപതിയെ ആരെങ്കിലും പുലഭ്യം പറഞ്ഞാൽ, ധർമ്മത്തെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അതെന്താണെന്ന് പൂർണ്ണമായും അറിയുന്ന നമ്മൾ പറയില്ലേ അങ്ങനെ പറയരുത്? കാരണം നമുക്ക് തീവ്രമായ ബോധമുണ്ട് ഈ ധർമ്മത്തെക്കുറിച്ച്, ഇല്ലേ? അപ്പൊ നമുക്ക് തീവ്രത വേണോ വേണ്ടേ? വേണോ വേണ്ടേ? തീവ്രത വേണം. തീവ്രതയ്ക്ക് വേണ്ടി തീവ്രമായി കാര്യങ്ങൾ ചെയ്യണം. തീവ്രമായി പഠിക്കുന്ന, ഇൻറ്റൻസീവായി പഠിക്കുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത്. മനസ്സിലായില്ലേ? ഉറങ്ങിക്കിടക്കുന്നവനല്ല. തീവ്രമായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ ഭാരതത്തിന്റെ സംസ്കാരത്തെ നിലനിർത്താനും വളർത്താനും പ്രചരിപ്പിക്കാനും കഴിയൂ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു തീവ്രവാദിയാണ്. എൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ അമ്മയെ ഞാൻ തീവ്രമായി സ്നേഹിക്കുന്നു, എൻ്റെ ഗുരുവിനെ ഞാൻ ഏറ്റവും കൂടുതൽ തീവ്രമായി സ്നേഹിക്കുന്നു. അതിനേക്കാൾ തീവ്രതയില്ല. ആ തീവ്രത വേണ്ടേ? നിങ്ങൾ തീവ്രവാദികളാണോ അല്ലയോ? കൈപൊക്കോ. ഇനിയും തീവ്രത ഇല്ലാത്തവരുണ്ടോ? അതിൻ്റെ അർത്ഥം അമ്മയെ സ്നേഹിക്കാത്തവരാണോ? അച്ഛനെ സ്നേഹിക്കാത്തവരാണോ? ഗുരുവിനെ തീവ്രമായി സ്നേഹിക്കാത്തവരാണോ? നിങ്ങളെന്തായാലും തീവ്രവാദികളാണ്. കാരണം വീട്ടിൽ കിടന്നുറങ്ങാതെ ഇവിടെ വന്നില്ലേ, അല്ലേ? അധികം തീവ്രവാദികളല്ലാത്തവരൊക്കെയാണ് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അവരെ കൂടി എങ്ങനെയാണ് നമുക്ക് അടുത്ത സമ്മേളനത്തോടു കൂടി തീവ്രവാദികളാക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു തീരുമാനവും അതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത സമ്മേളനം നടത്തേണ്ടത്. ശ്രദ്ധിക്കൂ, തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഭീകരവാദി അല്ല. തീവ്രവാദവും ഭീകരവാദവും രണ്ടാണ്. പാകിസ്ഥാനിൽ നടക്കുന്നത് തീവ്രവാദമല്ല, ഭീകരവാദമാണ്. ഈ ഭാരതത്തിൽ ഹൈന്ദവ ധർമ്മത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദമല്ല, ഭീകരവാദമാണ്. ആ ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തോടുകൂടി ഹിന്ദുക്കൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം വിജയിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ഗുരുക്കന്മാരോടും ഭാരതത്തിലെ ആചാര്യന്മാരോടുമുള്ള കടപ്പാട് നമ്മൾ നിർവഹിക്കുന്നത്. അതിനു നമ്മൾ തയ്യാറാകാത്തിടത്തോളം വെറും ഹിന്ദു നാമധാരികളായി ആര് ചെയ്യുന്ന കാര്യങ്ങളെയും ന്യായീകരിക്കുവാനുള്ള ശ്രമത്തോടുകൂടി നമ്മളിവിടെ ജീവിക്കരുത്. അതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ്. എന്തു ചെയ്താലും ഒരു ന്യായീകരണമാണ്. ചെയ്യുന്നവനെ ന്യായീകരിക്കാൻ അവനെ മാനസിക രോഗിയാണെന്ന് ഒന്ന് വിധി എഴുതിയാൽ മതി. ആ രീതിയിൽ ചിന്തിക്കുന്ന, ആ രീതിയിൽ തന്ത്രങ്ങൾ മെനയുന്ന പാർട്ടി പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ
ആ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷു എന്ന് പറയുന്ന വിഷുക്കണി, ഏത് വിഷുക്കണിയാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ കണ്ടുണർന്നതെന്നറിയുമോ? മന്തിയും, എന്താണ്, കുഴിമന്തി, കാളയിറച്ചി, ബീഫ്, ഇതൊക്കെ വെട്ടി ശ്രീകൃഷ്ണന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വായിലേക്ക് കുഴിമന്തി കുത്തിക്കയറ്റുന്ന പടങ്ങളും വെച്ച്, അതുപോലെ തന്നെ വളരെ പവിത്രമായ ഫലങ്ങളുടെയും പുഷ്പങ്ങളുടെയും ഇടയിൽ തട്ടത്തിൽ അത് വിളമ്പി വെച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിനെ വിഷുക്കണി കാണിച്ച ഇവിടുത്തെ സമ്പ്രദായത്തിന്റെ പേര് തീവ്രവാദമെന്നല്ല, ഭീകരവാദമാണ്. ആ ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കുവാനല്ല, അതിനെ ന്യായീകരിക്കുവാനാണ് ഹിന്ദു നാമധാരികളായ ചില ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ നാട്ടിൽ നമ്മൾ അവരെയാണ് കണ്ടത്. ഒരു കലാകാരന്റെ കരവിരുതാണ് പോലും, അവന്റെ ഭാവനയാണ് പോലും, അവന്റെ സ്വാതന്ത്ര്യമാണ് പോലും, ആവിഷ്കരണ സ്വാതന്ത്ര്യമാണ് പോലും. ഇതെന്തുകൊണ്ട് മുഹമ്മദിന്റെ നേരെ നടക്കുന്നില്ല? ഇതെന്തുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ നടക്കുന്നില്ല? ഇതെന്തുകൊണ്ട് ഇസ്ലാമിനെതിരെ നടക്കുന്നില്ല? നടക്കണമെന്നല്ല, നടത്തരുത്. ഇതെന്തുകൊണ്ട് ക്രിസ്ത്യാനിക്കെതിരെ നടത്തുന്നില്ല? എല്ലാ പേർക്കും കയറി മേയുവാൻ തക്ക രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ഹിന്ദുവിന്റെ ശരീരത്തിനുള്ളത് എങ്കിൽ ഇതിനപ്പുറവും നമ്മൾ നടത്തേണ്ടി വരും. ഇവിടുത്തെ ഹൈന്ദവ സന്യാസിമാരെ ആക്ഷേപിക്കുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ ഭരണകൂടം മാറിയിരിക്കുന്നു. നോക്കൂ, ഈ അടുത്ത സമയത്ത് ഒരു വിധി വന്നു. നമ്മുടെ ഒരു സ്വാമിയുടെ പേരിലുണ്ടായിരുന്ന കേസ്, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? നമ്മുടെ സ്വാമിജി അവിടെ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു കേസ് ഉണ്ടായല്ലോ, ഗംഗേശാനന്ദ സ്വാമി. ഗംഗേശാനന്ദ സ്വാമിയുടെ പേരിൽ ഒരു ആരോപണം വന്നു, അല്ലേ? അതിനെ ആരോപണമായിട്ടല്ല കണ്ടത്. അത് സത്യമാണ് എന്ന് സമർത്ഥിക്കുവാൻ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പ്രതികരിക്കുവാൻ അല്പവും സമയമെടുത്തില്ല. ചെയ്യേണ്ടത് തന്നെയാണ് ആ പെൺകുട്ടി ചെയ്തതെന്നും ആ പെൺകുട്ടി അവാർഡ് അർഹിക്കുന്നു എന്നും തക്ക രീതിയിൽ പ്രഖ്യാപനം നടത്തുവാനുള്ള വിവരക്കേട് ഇവിടുത്തെ ഒരു ഭരണാധികാരിക്കുണ്ട് എങ്കിൽ ആ വിവരക്കേട് മനഃപൂർവ്വമുള്ളതാണ്. അത് സന്യാസിയെ ആക്ഷേപിക്കാൻ കിട്ടുന്ന അവസരം മുതലെടുത്തതാണ്. സ്വന്തം പ്രത്യയശാസ്ത്രത്തെയും പ്രസ്ഥാനത്തെയും ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പത്തെ ആക്ഷേപിക്കുവാൻ വേണ്ടി പ്രയോജനപ്പെടുത്തിയ അവസരമാണത്. ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വിവാഹം നടന്നല്ലോ, വളരെ ആർഭാടമായി. വലിയ സിനിമാ താരത്തിൻ്റെയും VIP-യുടെയും വിവാഹമൊന്നുമല്ല, ഒരു സെലിബ്രിറ്റിയുടെയും വിവാഹമല്ല, വലിയ ധനകാര്യ എന്താണ് അംബാനിയുടെയും അദാനിയുടെയും മക്കളുടെ വിവാഹമല്ല. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇസ്ലാം മതത്തിൽപ്പെടുന്ന ഒരുത്തൻ, അവൻ തീവ്രവാദിയാണോ അവൻ ഭീകരവാദിയാണോ എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം. അങ്ങനെ മാസങ്ങളോളം കാത്തിരുന്ന് വർഷങ്ങളോളം പണിയെടുത്ത് പിന്നാലെ നടന്ന് പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വിവാഹ വാഗ്ദാനം കൊടുത്ത് തട്ടിക്കൊണ്ടുവന്ന് 16 വയസ്സായതിനു മുമ്പ് തന്നെ ഇവിടെ രജിസ്റ്റർ വിവാഹം ചെയ്യുവാൻ തയ്യാറായപ്പോൾ, ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ വന്ന് അത് നിർവഹിച്ചപ്പോൾ ആരാണ് നടത്തിക്കൊടുത്തത്? വിവാഹ ദല്ലാളന്മാരായി വന്നത് ഈ നാട്ടിലെ മന്ത്രിമാരും MP-മാരും മുഖ്യമന്ത്രിയുമാണ് എങ്കിൽ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? ഇവിടുത്തെ ഹിന്ദുവിന് നാണമില്ലേ ഇത് പറയുവാൻ, ഇത് കാണുവാൻ? ഇതിനെതിരെ പ്രതികരിക്കുവാൻ ഇവിടുത്തെ സന്യാസിക്കും ബാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഹിന്ദുവിനെതിരെ ഏതു സാഹചര്യവും മുതലെടുക്കുവാനുള്ള പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ല എന്ന് നടിച്ച് നമുക്ക് മുമ്പോട്ട് പോകുവാൻ പറ്റുകയില്ല. കാലാകാലങ്ങളിൽ ഹൈന്ദവ ധർമ്മത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള ആർജവം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനുണ്ടാകാത്ത പക്ഷം ഹിന്ദു ഉണർന്നു എന്ന് പറയുവാൻ ഞാൻ തയ്യാറല്ല. എത്ര സമ്മേളനങ്ങൾ നടത്തിയാലും ആ ഫലം നമുക്കുണ്ടായില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇവിടുത്തെ ഒരു നേതാവ് പറയുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച, ഒരു വലിയ കണ്ടുപിടുത്തമാണ്. നമ്മളൊക്കെ പറയുമായിരുന്നു, അഭിമാനിക്കുമായിരുന്നു, ഈ ഭാരതത്തെ സംബന്ധിച്ച് ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ചതും പറഞ്ഞതും ആദ്യമായി നമ്മുടെ ഋഷീശ്വരന്മാരാണ് എന്നാണ്. ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്ത് നമ്മൾ പറയുമായിരുന്നു, ഭൂമി ഗോളാകാരഃ. 5000-ലധികം 6000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ് ഭൂമി ഗോളാകാരഃ. ഇവിടുത്തെ ഒരു വലിയ ജനാധിപത്യ മതേതര പാർട്ടിയുടെ നേതാവ് പറഞ്ഞു, മുഖ്യമന്ത്രിക്കുള്ള കസേരയും കോട്ടുമൊക്കെ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികാരത്തിൽ വന്നാൽ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
എന്തായാലും സന്യാസിക്ക് ഭയമില്ലാത്തത് കൊണ്ട് പറയുകയാണ്, പറഞ്ഞു. ഈ ഖുറാനിലാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. AD 571 മുഹമ്മദ് നബി ജനിച്ചത്. 1500 വർഷങ്ങൾ തികയാത്ത ഒരു സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറയുകയാണ്, 5000 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ പറഞ്ഞതല്ല ശരി, പക്ഷേ ഖുറാനിൽ പറഞ്ഞതാണ് ശരി. അല്ലേ? തിണ്ണ നിരങ്ങുകയാണ്. വോട്ട് പിടിക്കുവാൻ വേണ്ടി, ന്യൂനപക്ഷത്തിന്റെ വോട്ട് പിടിക്കുവാൻ വേണ്ടി സ്വന്തം അച്ഛനെ പോലും മാറ്റി വിളിക്കുവാൻ, അയൽവക്കത്തുള്ളവരെ പോലും അച്ഛ എന്ന് വിളിക്കുവാൻ പൗരുഷമില്ലാത്ത, ആണത്തമില്ലാത്തവർ പാർട്ടിയുടെയും രാജ്യത്തിന്റെയും സാരഥികളായി മാറിയാൽ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകും? യഥാ രാജ തഥാ പ്രജ എന്നാണ്. എങ്ങനെയാണോ രാജാവ് അങ്ങനെ ആയിരിക്കും പ്രജ. ഇന്നിപ്പോ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജാക്കന്മാരെന്ന് പറയുന്നത് മന്ത്രിമാരല്ലേ? ഇതാണ് ഇവിടുത്തെ ഹിന്ദുവിന്റെ അവസ്ഥ. എണ്ണി പറഞ്ഞാൽ പലതും നമുക്ക് പറയുവാനുണ്ട്. വികാരം കൂടാതെ വിവേകപൂർവം ചിന്തിച്ച് നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സ്വന്തം കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ, സ്വന്തം കുട്ടി പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരാൻ ഒരു 10 മിനിറ്റ് വൈകിയാൽ അമ്മയ്ക്ക് ആധിയാണ്. എന്താണ് കാരണം? അച്ഛൻ ആധിയാണ്. പെൺകുട്ടി മാത്രമല്ല, ആൺകുട്ടി വരാൻ പോലും ഒരു 10 മിനിറ്റ് വൈകിയാൽ അവർക്ക് ഇരിക്കപ്പുറതയില്ല. എന്താണ് കാരണം? വളരെ സുരക്ഷിതരാണ് നമ്മൾ. അതാണോ കാരണം? ഒന്നും സംഭവിക്കില്ല, എൻ്റെ കുട്ടി സ്വസ്ഥമായിരിക്കും, ഇനി വരും എന്നുള്ള ചിന്തയാണോ അതിന് കാരണം? നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു? ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഭരണാധികാരികൾ ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നതിന് കാരണക്കാരാകുന്ന വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പേരാണോ ജനാധിപത്യം? ഇതിൻ്റെ പേരാണോ രാഷ്ട്രീയം? ഇതിൻ്റെ പേരാണോ സോഷ്യലിസം? ഇതിനു വേണ്ടിയാണോ നമ്മൾ വോട്ട് കൊടുക്കുന്നത്? ഇതാണോ നമ്മുടെ ഭരണഘടനയിലുള്ളത്? ഇതാ പലയിടത്തും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ സ്റ്റേറ്റാണ് വെസ്റ്റ് ബംഗാൾ. അവിടെ എന്താ നടക്കുന്നത്? ജനാധിപത്യ പ്രക്രിയയെ മാനിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളത് എങ്കിൽ, ജനാധിപത്യ പ്രക്രിയയെ മാനിക്കുന്ന ഭരണകർത്താക്കളാണ് ഈ ഭാരതത്തിൽ സ്റ്റേറ്റും അതുപോലെ മറ്റുമൊക്കെ ഭരിക്കുന്നത് എങ്കിൽ ജനാധിപത്യത്തെ മാനിക്കണം. അല്ലേ? ജനങ്ങളുടെ ഇംഗിതം എന്താണ്, ഹിതമെന്താണ്, അവരുടെ വളർച്ചയ്ക്ക് എങ്ങനെയാണ് ഒരു ഭരണാധികാരി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അയൽവക്കത്തെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരെയൊക്കെ, വരാത്തവരെയും കൂടി നിർബന്ധിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും അകത്തേക്ക് കൊണ്ടുവന്ന് അവർക്കൊക്കെ ആധാർ കാർഡുകൾ കൊടുത്ത് ലക്ഷക്കണക്കിന് വോട്ടർമാരെ സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് വെസ്റ്റ് ബംഗാളിൽ നമ്മൾ കണ്ടത്. ജനാധിപത്യത്തിന്റെ മര്യാദ നിലനിർത്താതെ അവിടെ അക്രമവാസനകൾ അഴിച്ചുവിട്ടുകൊണ്ട് അവിടെ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്നവരെ പോലും തല്ലുന്ന, ആട്ടിയോടിക്കുന്ന കാഴ്ച. ഇതിനെയൊക്കെ ചെറുത്തു നിൽക്കാൻ 2.5 ലക്ഷത്തിലധികം വരുന്ന പട്ടാളക്കാർ വേണ്ടി വരുന്നു എങ്കിൽ ഈ ഭാരതത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ബോർഡറുകൾ സംരക്ഷിക്കുവാൻ, അതിർത്തികൾ സംരക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്കില്ലേ? അതിനല്ലേ ഇവിടെ ഒരു സർക്കാർ വേണ്ടത്? ഞാൻ ജയിച്ചു വന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ സൂക്ഷിച്ചോ എന്ന് പറയുന്നതാണോ ജനാധിപത്യം? ഞാൻ ഈ പറയുന്നത് ഒരു പാർട്ടിക്കുമെതിരെയല്ല, ഒരു മതത്തിനുമെതിരെയല്ല, അധർമ്മത്തിനെതിരെയാണ്. അധർമ്മത്തിനെതിരെ സന്ധിയില്ലാതെ സമരം പ്രഖ്യാപിച്ച അവതാര പുരുഷന്മാരുടെ ശബ്ദമാണ്, അവരുടെ സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മളൊക്കെ വിശ്വമാനവികതയുടെ പേരിലും സോഷ്യലിസത്തിന്റെ പേരിലും മതേതരത്വത്തിന്റെ പേരിലും നമ്മുടെ നിലനിൽപ്പാണ് അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ജീവിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത്രയും നാൾ ചിന്തിച്ചതും അതല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കുന്നത് നാളെ നിങ്ങളുടെ മക്കൾക്ക് പ്രയോജനപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് അത് പ്രയോജനപ്പെട്ടില്ല, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് അത് പ്രയോജനപ്പെട്ടില്ല, കാശ്മീരിലെ ഹിന്ദുക്കൾക്ക് അത് പ്രയോജനപ്പെട്ടില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന വീടുകളിൽ മക്കൾ താമസിക്കും നാളെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടി കെട്ടിയുയർത്തിയ നിങ്ങളുടെ സ്വപ്നത്തിന്റെ കോട്ടകളെല്ലാം തകർന്ന് താറുമാറാകുന്ന, തച്ചുടയ്ക്കപ്പെടുന്ന കാഴ്ച നിങ്ങൾ കാണും. ഇങ്ങനെ പോയാൽ നാളെ ഇത് പാകിസ്ഥാനാകും, നാളെ ഇത് ബംഗ്ലാദേശ് ആകും. ആകാതിരിക്കണമെങ്കിൽ സ്വല്പമൊക്കെ ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തയും ധർമ്മത്തിന്റെ പേരിലുള്ള സ്വാർത്ഥതയും, എൻ്റെ രാജ്യം, എൻ്റെ രാഷ്ട്രം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണെങ്കിൽ ആ സ്വാർത്ഥത നമുക്ക് വേണം. എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണെങ്കിൽ ആ ധർമ്മം നമുക്ക് വേണം.
ആ ധർമ്മം ഇവിടെ ഉണ്ടായാൽ മാത്രമേ ലോകത്തിന് ശാന്തിയുള്ളൂ. ഹിന്ദു എന്നാണോ ഈ നാട്ടിൽ ന്യൂനപക്ഷമാകുന്നത്? ഭാരതം ഇസ്ലാമിക രാഷ്ട്രമായി മാറുമെന്നുള്ള പ്രഖ്യാപനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കിട്ടുമോ? 2047 വരെ മാത്രമേ നമുക്കിങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ കഴിയൂ എന്നുള്ളത് ഞാനല്ല പറയുന്നത്, അവരാണ് പറഞ്ഞത്. 2047 ആകുമ്പോൾ ഭാരതം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ജനസംഖ്യ വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. ആ ജനസംഖ്യയെ നിയന്ത്രിക്കുവാനുള്ള യാതൊരു നിയമ നടപടികളും ഇന്ന് പ്രാബല്യത്തിലില്ല. പാവപ്പെട്ട ഹിന്ദു ഒന്നാണ് വീട്ടിൽ. ഇതൊന്നും ഞാൻ പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ അപകടം നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നേ പറ്റൂ. അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുന്ന മകൻ കണ്ടില്ലേ നിങ്ങൾ? സഹോദരങ്ങൾ പരസ്പരം വെട്ടിക്കൊല്ലുന്ന കാഴ്ച കാണുന്നില്ലേ നിങ്ങൾ? അമ്മയെ മാത്രമല്ല അച്ഛനെയും കൂടി കൊല്ലാനാണ് ഞാൻ പദ്ധതിയിട്ടിരുന്നത്, പക്ഷേ നടന്നില്ല എന്നുള്ള സങ്കടം പറയുന്ന മകനെ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ച? സ്വന്തം അമ്മയെ, തൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വന്തം മകൻ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്നിട്ട് യാതൊരു കൂസലും കൂടാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയെങ്കിൽ അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് ആര്? ഏത് സിദ്ധാന്തം? ഏത് ഭരണകൂടം? ഏത് ഭരണകർത്താവ്? ഏത് ഭരണമീമാംസ? പറയൂ. കുട്ടികളുടെ മസ്തിഷ്കത്തിലൊക്കെ വിഷം കുത്തിവെച്ച്, വികാരം കുത്തിവെച്ച്, മാദകമായ മയക്കുമരുന്നുകൾ യഥേഷ്ടം നമ്മുടെ മണ്ണിൽ വിപണനം ചെയ്യുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും വിട്ടുകൊടുത്തുകൊണ്ട് അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുദ്ധി മരവിച്ച്, ബോധം മരവിച്ച്, സ്വന്തം അമ്മയാണിതെന്ന് പോലും അറിയുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിൽ കുട്ടികളെ അടുത്ത ഒരു തലമുറയെ വളർത്തുന്ന സിദ്ധാന്തത്തിന്റെ പേരാണോ കമ്മ്യൂണിസം? അതിന്റെ പേരാണോ രാഷ്ട്രീയം? അതിന്റെ പേരാണോ പുരോഗമനം? അതിന്റെ പേരാണോ മതേതരത്വം? ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം, ഇവിടെ ഡാൻസ് കാണാൻ വന്നിരിക്കുന്നവരുടെ വികാരം കൂടി മാനിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൂടാതെ ഇവിടെ ധാരാളം ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ, വിശിഷ്ട വ്യക്തികൾ പ്രസംഗിക്കുവാനുണ്ട്. അവർക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കൂടിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കടുപ്പമുള്ള ചായയിൽ കടുപ്പമില്ലാത്ത ചായയോ പാലോ ഒഴിച്ച് അതിനെ കുറച്ചൊന്ന് മയപ്പെടുത്തി കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന അവസരമാണ് അടുത്ത് വരാനിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ, ഞാനിങ്ങനെയാണ്, എൻ്റെ ഗുരു അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ്. ഒരു കുറ്റബോധവും എന്നെ സംബന്ധിച്ചില്ല. പറയുന്നത് വികാരം കൊണ്ടല്ല, പറയുന്നത് വളരെയധികം ആലോചിച്ച് ബോധപൂർവം തന്നെയാണ്. ഭാരതത്തിലെ ഹിന്ദു എന്നല്ല, ഈ ലോകത്തിലെ ജനങ്ങൾ മനുഷ്യനായി ജനിച്ചാൽ അവൻ്റെ ലക്ഷ്യം ഈശ്വരനായി മാറുക എന്നുള്ളതാണ്. മനുഷ്യനായി ജനിച്ച് ഈശ്വരനായി മാറിയിട്ടുള്ളവരാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വ്യക്തിബോധത്തിൽ നിന്ന് പ്രപഞ്ചബോധത്തിലേക്ക് വളരുവാനുള്ള സാധന പ്രക്രിയകൾ നമുക്ക് സംഭാവന ചെയ്തവരാണ് നമ്മുടെ ആചാര്യന്മാർ. അതാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു വളർച്ചയുടെ പേരാണ്, ആ ഒരു അനുഭവത്തിൻ്റെ പേരാണ് മോക്ഷം. മോക്ഷം കിട്ടുവാൻ ആരെങ്കിലും ഗുരുവായൂർ പോയാൽ തിരിച്ച് വീട്ടിൽ വന്നാൽ മോക്ഷം കിട്ടുമെന്ന് ധരിച്ചാൽ തെറ്റാണ്. ശബരിമലയിൽ പോയാൽ ഉടനെ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതിനുള്ള പണി നിങ്ങൾ എടുക്കണം. അയ്യപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കും, ശ്രീകൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കും, യാതൊരു സംശയവും വേണ്ട. മോക്ഷം കിട്ടുന്നത് മരിച്ചു പോയതിനു ശേഷമല്ല. അങ്ങനെ ഇവിടെ ഒരു ഹിന്ദുവും വിചാരിക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയാൽ കിട്ടി. ജീവിച്ചിരിക്കുമ്പോഴാണ് മോക്ഷം കിട്ടുന്നതിനുള്ള പ്രവൃത്തി എടുക്കുവാൻ നമുക്ക് കയ്യും കാലും തലയും മനസ്സും ബുദ്ധിയും ഒക്കെ ഉള്ളത്. മനസ്സിലായോ? ഇപ്പൊ പ്രവർത്തിക്കുവാനുള്ള ആയുധങ്ങൾ, ഉപകരണങ്ങളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ ആരോഗ്യത്തോടുകൂടി അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള നാമജപമെങ്കിലും നമ്മൾ നടത്തണം. അതിനുള്ള ഒരു ആത്മാർത്ഥതയെങ്കിലും നമുക്കുണ്ടാകണം. അങ്ങനെ പണിയെടുത്ത് ജനിച്ച്, സാധാരണ മനുഷ്യനായി ജനിച്ച്, കരഞ്ഞുകൊണ്ട് ജനിച്ച്, ഇനി മരിക്കാത്ത വിധത്തിൽ, ഇനി ജനിക്കാത്ത വിധത്തിൽ അമരനായി തീരുവാൻ ഉള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് ഹിന്ദുവിൻ്റെ ആധ്യാത്മികത, ആത്മീയത എന്നൊക്കെ പറയുന്നത്. ആ വഴിയിലേക്ക് വരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഗുരുക്കന്മാർ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്ന് മാത്രം ഇതുവരെ പറഞ്ഞതിൽ നിന്നെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മക്കളുടെ കാര്യത്തിൽ ഒരു നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ സ്വാമി? അവന് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ, ഉണ്ണാൻ കൊടുക്കുന്നുണ്ട്, ഉടുക്കാൻ കൊടുക്കുന്നുണ്ട്, കിടക്കാൻ കൊടുക്കുന്നുണ്ട്, പഠിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടത്? അവനെന്താ ചെയ്യുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് മാത്രം മതിയോ? സ്വാമി പറയും, മനുഷ്യൻ നന്നാവാൻ
ശരീരം നന്നായാൽ പോരാ. ഒരു കാള നന്നാകാൻ ശരീരം നന്നായാൽ മതി, അതിന് ആഹാരം കൊടുത്താൽ മതി. തടിച്ചു കൊഴുത്തൊരു വലിയ കാള ഒരിടത്ത് നിന്നാൽ നമ്മൾ പറയും നല്ലൊരു കാള. തടിച്ചു കൊഴുത്തൊരു മനുഷ്യൻ ഒരിടത്ത് നിന്നാൽ നല്ലൊരു മനുഷ്യൻ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയൂ. അപ്പം മനുഷ്യൻ വളരണമെങ്കിൽ ശരീരം വളർന്നാൽ പോരാ, മനസ്സ് വളരണം, ബുദ്ധി വളരണം, ആത്മാവ് അല്ലെങ്കിൽ താൻ വ്യക്തിത്വം വികസിക്കണം. അപ്പം അതിനുള്ള മാർഗത്തിലേക്ക് ഈ സമ്മേളനങ്ങൾ നമ്മളെ വിരൽ ചൂണ്ടട്ടെ, നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഗുരുക്കന്മാരുടെയൊക്കെ സങ്കല്പവും പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ കൂട്ടായിട്ടുള്ള പ്രവർത്തനവും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കാണിക്കയായി എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിലും, അതുപോലെ തന്നെ എൻ്റെ വാക്കിൻ്റെ ശക്തിയും ഉറവിടവും എല്ലാമായ എൻ്റെ ഗുരു ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃച്ചേവടികളിലും സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. വെള്ളം കുടിച്ചില്ലേ? ഒന്നുകൂടെ ഭാരത് മാതാ കി. ജയ് സീതാറാം.